നമസ്കാരം. ഇന്ന് നാട്ടിൽ പൊതുവെ പുകവലിയും ചാരായവും എതിർക്കുന്നവരാണ്. എങ്കിലും കുറേയധികം ആൾക്കാർ ഇവയെല്ലാം ഉപയോഗിക്കുന്നു. ചിലർ ഇതിന് ഒക്കെ അടിമകളാണ്. എന്തുകൊണ്ട് ചിലർ മദ്യവും പുകവലി ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. ഈ പുകവലിക്കും മദ്യപാനത്തിനും പകരമുള്ള പല കാര്യങ്ങളും ഇന്ന് ലോകത്തിലുണ്ട്. അതാണ് പലരും പുകവലിയും മദ്യപാനവും പുകവലിയും മദ്യപാനവും ചെയ്യാത്തത്. അതൊക്കെയാണെങ്കിൽ പുകവലി ഇല്ലെങ്കിലും മദ്യപാനമില്ലെങ്കിലും മുറുക്കും. ആണും പെണ്ണും മുറുക്കും. ശരിക്കും മുറുക്കുമായിരുന്നു പണ്ട്. ഇത് തലകറക്കം വരുത്തുന്നതാണ്, ശരീരത്തിന് ക്ഷീണമുണ്ടാക്കുന്നതാണ്, ബലഹീനത ഉണ്ടാക്കുന്നതാണ്, ആന്തരാവയവങ്ങൾക്ക് കേടുവരുത്തുന്നതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇത് അനേകം പേർ ഉപയോഗിക്കുകയാണ്. പലരും സംശയിച്ചിട്ടുണ്ട് ഈ പുകവലിക്കും കള്ളിനും ഒക്കെയുള്ള രസം എന്താണ്, അതുകൊണ്ടല്ല രസം എന്താണ്, ഇങ്ങനെ പലരും സംശയിക്കാറുണ്ട്. എന്നാൽ ഞാനൊരിക്കൽ പണ്ട് പുകവലിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് വലിച്ച് പുക ഉള്ളിലോട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു ഉയർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അത് നല്ല ആരോഗ്യമുള്ള സമയത്തേ അങ്ങനെ തോന്നുകയുള്ളൂ. ആരോഗ്യമൊന്നുമില്ലെങ്കിൽ ഇത് പുകയോ ഒന്നിൽ ശരീരം വലിച്ചെടുത്ത് വേസ്റ്റാക്കി കളയുക, അല്ലെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. ഒരു പുക വലിച്ച് തുടരെ ഇത് വലിച്ചാലും പ്രയോജനമൊന്നുമില്ല. 2-3 ദിവസം കൂടുമ്പോഴെങ്ങാനും ഒരിക്കൽ ഒരു പുക എടുത്ത് നോക്കിയാലേ അങ്ങനെ ഉയർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഇതെനിക്ക് സ്വയം മനസ്സിലായ കാര്യമാണ്. ആ രസത്തിന് വീണ്ടും പുക വലിച്ചാൽ നമുക്ക് വീണ്ടും അങ്ങനെ അനുഭവപ്പെടുകയില്ല. ഉയർന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലത്തേക്കൊരു നല്ല രസമാണ് തോന്നുക. നമ്മളിങ്ങനെ നടക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയോ തനിയെ അങ്ങ് നടക്കുകയാണെന്നോ നമ്മൾ ഇപ്പോൾ ഉയർന്നു പൊങ്ങാൻ തുടങ്ങുകയാണെന്നോ ഒക്കെ അങ്ങ് തോന്നും. അപ്പം ഈ രസം അനുഭവിക്കാൻ വേണ്ടിയാണ് പലരും കള്ള് കുടിക്കുന്നതും കഞ്ചാവ് വലിക്കുന്നതും മറ്റ് മയക്കുമരുന്നുകൾ പല വിധത്തിൽ ഉപയോഗിക്കുന്നതെന്നും ഞാൻ ഊഹിക്കുകയാണ്. വിരസമായ ഈ ജീവിതത്തിൽ വെറുതെ അങ്ങനെ നിശ്ചലമായിട്ടിരിക്കാൻ പലർക്കും ഇഷ്ടമല്ല. അവരെന്തെങ്കിലും ഒരു കുലുക്കമോ ഒരു ഉയർന്നു പൊങ്ങലോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിന് പകരം മറ്റു പലരും ഉപയോഗിക്കുന്നുണ്ട് ഉയർന്നു പോകുന്ന. അതങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഞാൻ ഈയിടെ ഒരു പ്രൊജക്ടർ കണ്ടു. അത് യൂട്യൂബും ഒക്കെ കാണാവുന്ന പ്രൊജക്ടറായിരുന്നു. വിലക്കുറവാണ്, 7000 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അത്രയും ഒരു പ്രൊജക്ടറിൽ കൂടെ ഞാൻ പല പടങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാർ ട്രാവൽ എന്നും പറഞ്ഞ് ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ ബ്രിട്ടനിൽ സ്കോട്ട്ലൻഡിലെ ഒരു സീൻ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അതിനകത്തൂടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാർ ഇങ്ങനെ ഉയർച്ചകൾ താഴ്ചകളൊക്കെ കയറുമ്പോൾ നമ്മളും അവിടെ ഇരുന്ന് ഇങ്ങനെ ഉയർന്നും താഴ്ന്നും പോകുന്ന പോലെ തോന്നും. കാർ ഏതെങ്കിലും വശത്തേക്ക് തിരിയുമ്പോൾ നമ്മൾ യഥാർത്ഥ കാറിനകത്തിരുന്ന് വീഴാൻ തുടങ്ങുന്ന പോലെയൊക്കെ തോന്നുകയും ചെയ്യും. ഈ കാർ എങ്ങോട്ടെങ്കിലും വെട്ടിച്ചാൽ നമ്മൾ ഞെട്ടി നമ്മുടെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ ആടും. എനിക്കിത് വളരെ രസകരമായിട്ട് തോന്നും. അപ്പോൾ ഇത് തന്നെയല്ലേ പുക വലിക്കുമ്പോഴും കള്ള് കുടിക്കുമ്പോഴൊക്കെ ആളുകൾക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇരിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോവുക, ഉയർന്നു പോകുന്ന പോലെ തോന്നുക. ഇതേ ആയിരിക്കണമല്ലോ ആളുകൾക്ക് കിട്ടുന്നത്. അതിൻ്റെ ആ രസം ഓർത്താണ് പലരും ഇതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. ഏതായാലും കാർ ട്രാവൽ എന്നുള്ള പ്രോഗ്രാം യൂട്യൂബിൽ ഞാൻ ഈ പ്രൊജക്ടറിൽ കൂടെ കണ്ടപ്പോഴാണ് എനിക്ക് അത് ബോധ്യമായത്. ഇങ്ങനെ പല ഉയർന്നു പൊങ്ങുന്ന രസാനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ ലോകത്തിലുണ്ട്. എന്നിട്ടും ഇതൊന്നും കാണാതെ കേൾക്കാതെ പലരും പോയി ഇതിനൊക്കെ അടിമകളാകുകയും ഇതൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ദുഃഖിക്കാതെ എന്തു ചെയ്യും? നമുക്ക് ദുഃഖിക്കാം. എന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ഒരു നല്ല
അറിവാണ് ഈ വീഡിയോയിലൂടെ ഞാൻ തരുന്നത്. പുകവലി കൊണ്ടും മദ്യപാനം കൊണ്ടും നമുക്ക് എന്ത് കിട്ടുന്നോ അത് വേറെ പലതുകൊണ്ടും നമുക്ക് ലോകത്തിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ പലരും ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും ഈ പുകവലിക്കും കള്ളു കുടിക്കാനും ഒന്നും പോകാത്തത്. എന്നിട്ട് പോകുകയുമില്ല, അവർ ഇതിനെ വെറുപ്പോടെയാണ് കാണുന്നത്. എന്നാൽ അവരും ഈ കള്ളുകുടിയുടെയും പുകവലിയുടെയും സുഖം മറ്റു വിധത്തിൽ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. അവരെല്ലാം ഈ കള്ളുകുടിയും പുകവലിയൊക്കെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യുന്നുണ്ട്. കള്ളുകുടിയുടെയും ഒക്കെ രസം തരുന്ന ഒരു പ്രധാന സംഗതിയാണ് ഈ യൂട്യൂബും മറ്റും പ്രൊജക്ടറിൽ കൂടെ ഈ കാണുന്നത്. അതിനകത്തൂടെ കാർ ട്രാവൽ എന്ന് പറയുന്നതോ അല്ലെ കാർ റൈഡ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു